ഹലോ, എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. എല്ലാ കുടുംബത്തിലും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. കാശിക്കുട്ടന് ചെറിയ പനിയൊക്കെ ആയിരുന്നു, അതൊക്കെ മാറി. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം അവനുണ്ട്. പിന്നെ കണ്ണൻ സ്കൂളിൽ പോയിക്കുമായിരുന്നു. അപ്പം ഞാനും കാശിയും കൂടെയാണ് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും അവിടെ പൊങ്കാല എല്ലാവരും സമർപ്പിക്കാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല കാറ്റുള്ളതുകൊണ്ടാണ് തോന്നുന്നു, ഭയങ്കര പുകയായിരുന്നു കേട്ടോ. അത് കാരണം നമുക്ക് അധികം നേരം അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല. എനിക്ക് കാശുള്ളതുകൊണ്ട് ഞാൻ പൊങ്കാല സമർപ്പിക്കാനൊന്നും നിന്നില്ല. പോയി വേഗം തൊഴുത് പോരേ ഉണ്ടായുള്ളൂ. സത്യത്തിൽ അവിടെ നല്ല പുകയായതുകൊണ്ട് വീഡിയോ എടുക്കാനോ നല്ലോണമൊന്നും നമുക്ക് സമാധാനമായിട്ട് നടന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നൊരു അന്തരീക്ഷമായിരുന്നില്ല. കുഞ്ഞുള്ളതുകൊണ്ട്, പിന്നെ അവന് പനി മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അധികം നേരം അവിടെ ഈ പുകയിൽ അങ്ങനെ നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേഗം പോയി നമ്മൾ തൊഴുത് പോരുകയുണ്ടായത്. മുടങ്ങാണ്ട് എല്ലാ വർഷവും പൊങ്കാല സമർപ്പിക്കുന്നവരവിടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത വർഷം എന്തായാലും ശ്രമിക്കുമോ, കുഞ്ഞ് കുറച്ചും കൂടെ വലുതാവുമല്ലോ, അപ്പം നമുക്ക് അടുത്ത വർഷം എന്തായാലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ദേവിയുടെ അടുത്ത് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ ആവും എന്ന് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഒന്ന് കണ്ടു. കാശിക്ക് നിൽക്കാൻ നിവൃത്തിയില്ല അവിടെ പുകയായിട്ട്, പക്ഷേ അവനെല്ലാം കാണുകയും വേണം, അങ്ങനെയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു. അവർ പൊങ്കാല സമർപ്പിക്കുന്നതും, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിശേഷങ്ങൾ പറയുന്നുണ്ട്, നാമം ചൊല്ലുന്നുണ്ട് എല്ലാവരും. അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് എനിക്ക് വലിയ സുഖം തോന്നിയില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് വേഗം വീട്ടിലേക്ക് പോന്നു കേട്ടോ.